നിർത്താനുള്ള സ്ഥലമൊന്നും ആയില്ല. വഴി എവിടെ കൂടെയാണെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ കിടക്കുക. ബാക്കിൽ നിന്ന് നല്ല കാറ്റടിക്കുക. ഇതൊരു ഐസ് നദിയെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ഇങ്ങനെ ആ മലയുടെ താഴെ നിന്ന് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് കിടപ്പുണ്ട്. അവിടെ നല്ല കാറ്റടിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ വേണം ഇടിക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെയൊക്കെ എൻ്റെ വണ്ടയ്ക്ക് വന്നിരിക്കുന്നത്. അയ്യോ അയ്യോ, ഇവിടെ വഴി അങ്ങനെ ആയിരിക്കും. ആ സൈഡിലോട്ട് പോകണ്ട. എന്തായാലും സൈഡിൽ നിന്ന് മാറിപ്പോ. അയ്യോ, ഇതുവരെ ഇടിഞ്ഞിരിക്കുക. ഇങ്ങനെ മണ്ണും ഐസും ഇങ്ങനെ ഇരിക്കുക. അവിടെ നിന്ന് ഒലിച്ചു വീണതാ. ഇവിടെയൊക്കെ മണൽ പോലെയാണ്. അയ്യോ, വഴി നോക്കട്ടെ. ഇവിടെ വന്നപ്പോൾ ഗോര ഷേപ്പിലേക്കുള്ള വഴി അറിഞ്ഞുകൂടാതെ പെട്ടിരിക്കുക. മുകളിലോട്ട് ഒന്നും കാണാനില്ല. ആരും നടന്നു പോയേ. ഇവിടെ മൊത്തം പാറക്കല്ലുകൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിൽക്കുക. എങ്ങോട്ട് പോട്ടെന്ന്. ആ സൈഡിലൊക്കെ ഐസ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഐസാണ്. പിന്നെ അങ്ങൊരു വഴി കാണുന്നുണ്ട്. അതാണോ ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഒരു വഴിയില്ല എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. ഇങ്ങനെ ഇവിടെ പെട്ട് നിൽക്കുകയാണ്. നോക്കട്ടെ. അയ്യോ, അരമണിക്കൂർ കൊണ്ട് ഞാൻ ഈ കല്ലിൻ്റെ ഇടയിൽ പെട്ട്. വെള്ളച്ചാതി വഴി താഴെ കൂടെയാണ്. ഞാൻ അവിടെ മുകളിൽ കയറി വന്ന് പെട്ട്. ഇതെങ്ങനെ ഇറങ്ങി പോകുന്ന അറിഞ്ഞുകൂടാതേക്ക്. എല്ലാം മൊത്തത്തിൽ പെട്ട്. വല്ലച്ചാതെ ജീവൻ തിരിച്ചു കിട്ടി. അതിൻ്റെ ഇടയിലൊക്കെ വലിയ പൊത്ത് പോലെ ആണ്. അങ്ങനെ വഴിയിൽ വന്ന് കയറി. ഇതാണ് പോവേണ്ട വഴി. അത് ആ കുന്നിൻ്റെ ചരുവിൽ കാണണേ. ആ വഴി ഇന്നിങ്ങനെ ആ മലയുടെ താഴെ പോകണം. അവിടെയാണ് ഗോര ഷേപ്പ്. അപ്പോൾ വീടില്ലാതെ വന്നാലുള്ള കുഴപ്പം ഇതാണ്. അല്ലെങ്കിൽ സീസൺ സമയത്ത് വേണം. സീസൺ സമയത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെ ഇടയിൽ വല്ല കറങ്ങി കിടന്നാൽ പോലും ആരും അറിയില്ല. ഇങ്ങനെ പോകണം. ഇനി തെറ്റാതെ പോട്ടില്ലെങ്കിൽ ഇനി കുറച്ച് ദൂരം പോണതിൽ ഏറ്റവും അപകടം പിടിച്ച വഴിയെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഇവിടെയൊക്കെ ഐസ്. എല്ലായിടത്തും ഐസും കാര്യങ്ങളാണ്. എപ്പോൾ വേണോ മുകളിൽ നിന്ന് ചറക്കി വരാം. അങ്ങനത്തെ ഇതാണ്. നമ്മളും ചറക്കി പോവാം. എവിടെയോടും പിടിച്ചാൽ കിട്ടണമില്ല. അയ്യോ, ഇവിടെയൊന്നും
ഓടിപ്പോവാനും പറ്റൂല. വെയിലില്ലാത്ത നല്ലതാ. ഇങ്ങനെ കയറിപ്പോണം. ഇവിടെയൊക്കെയാണ് ആളിൻ്റെ ആവശ്യം. വെയിലടിച്ചാൽ ഇതിനകത്തുള്ള മഞ്ഞ് ഉരുവുമ്പോൾ വഴിക്ക് ചെറിയ വ്യത്യാസം വരും. അയ്യോ, ഇവിടെ എവിടെയാണ് ഞാൻ വായിച്ചത്, രാവിലെ തന്നെ മാക്സിമം രാവിലെ പോകണമെന്ന്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുക, കല്ല്. ഒരു കല്ല് താഴോട്ട് വന്നാലും പ്രശ്നമാണ്. സ്പീഡിൽ നടക്കാമെന്ന് വെച്ചാൽ ശ്വാസം പൊട്ടിച്ചോ, പതിയെ നടക്കാമെന്ന് വെച്ചാൽ കല്ല് ഒഴുകില്ല. അതാണ് നല്ല കാറ്റ് വരും. ഈ കല്ല് വഴിയാ മാറിയാൽ അതും ബുദ്ധിമുട്ടാണ്. ആ വഴി കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് ഇനിയുണ്ട് അതുപോലത്തെ കുറേ. ഐസിൻ്റെ പുറത്ത് ഇങ്ങനെ മണ്ണിരിക്കുക, എപ്പോൾ വേണം അത് വരാം. ഇതൊക്കെ ഇവിടെ ഐസ്. അങ്ങോട്ട് പോട്ടെ. ഏറ്റവും അപകടം പിടിച്ച വഴി ഒരു 60% അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഇതിലൂടെ കയറി ഇതാ ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി ഈ ഒരു 40% കൂടെ രക്ഷപ്പെട്ട്. അയ്യോ, വെറും കല്ലിൻ്റെ ഇടയ്ക്കൂടെയാണ്. ഇതെല്ലാം തിരിച്ചിറങ്ങണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ കിടക്കുക മലയുടെ അടിയിലോട്ട്. നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇതുവരെ എത്തി. ഇവിടെ എല്ലാം ഐസ് നദി പോലെ എന്തോന്നൊക്കെ വേണമെങ്കിലും വരാം. നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ കാലാപത്തർ എത്തി. അങ്ങനെ നമ്മൾ ഗോരഷെപ്പ് എത്തി. എപ്പോഴും തെറ്റിപ്പോവാറുണ്ടോ? ഇതാണ് ഗോരഷെപ്പ്. ഒരു ചെറിയ സ്ഥലമാണ്. ഈ മല ഇവിടെ ഒന്നിറങ്ങിയ ഗോരഷെപ്പായി. നേരെ മുകളിൽ പോണതാണ് കാലാപത്തർ. ആ വഴി നേരെ അങ്ങോട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അപ്പോൾ ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ ആയിരിക്കും അങ്ങോട്ട് പോണത്. അവിടെ എത്തുമ്പോഴത്തേക്കും ക്യാമറയുടെ ചാർജും തീരും. 4 പോയിൻ്റേ ഉള്ളൂ. അയ്യോ, അങ്ങനെ നമ്മൾ നടന്ന് ഗോരഷെപ്പ് എത്തി. ഇത് ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നണം. വെൽക്കം ടു ഗോരഷെപ്പ്. നമ്മളെ ഒരു 5-6 സ്റ്റിക്കർ അവിടെ ഒട്ടിക്കണം. ആദ്യം എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം, അതിലാണ് കാര്യം.
ഇവിടെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ആ വലിയ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇന്നലത്തെ പോലെ കാല് വേദന വരുന്നുണ്ട്. ഇവിടെ ഒരു ടവർ കാണാം. ഈ ഒരു മല കയറി വരാനാണ് എൻ്റെ മുന്നേ പാടുപെട്ടത്. സോളാറിൻ്റെ സംവിധാനം, ടവർ, ഗ്യാസ് ഒക്കെ ഉണ്ട്. ഹിമാലയ ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇങ്ങനെയുണ്ട്. നല്ല കാറ്റും. ഇങ്ങനെ മഞ്ഞില ഒരു പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ നിന്ന് മലയിൽ നിന്ന് ആൾക്കാരും ഇറങ്ങി വരാം. ഇങ്ങനെ കുറേ ലോഡ്ജുകളുണ്ട്. ഇവിടെ അങ്ങോട്ട് മണൽ. ഗോരഷിപ്പ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ സ്ഥലം. ബുദ്ധ ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. നമുക്കിവിടെ കയറി നോക്കാം. അതോ അപ്പുറത്ത് എന്തോന്നാണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കുറേ ഏണിയും കാര്യങ്ങളൊക്കെ കാണാം. കണ്ട നമ്മളവിടുത്തെ കുട്ടത്തിപ്രാവ്. ഇവിടെ വേറെ വേറെ ആയിരിക്കാം. അതാ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഹായ്, നമസ്തേ. റൂം? ബുദ്ധ. അങ്ങനെ ഗോര ഷേപ്പിൽ വന്നിട്ട് ബുദ്ധ ലോഡ്ജ്. ഇവിടെ റൂം ഫ്രീ ആണ്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിട്ട് റൂം ഫ്രീ ഇന്നാണ്. 2 പേര്. ഇവിടുത്തെ ഒരു പാചകക്കാരനും ഇത് നടത്തുന്ന ആളുടെ കുക്കോ വേറെ ആരോ. അങ്ങനെ
ഇതൊരു വലിയ ലോഡ്ജ്. ഞാനിങ്ങനെയാണ്. മറ്റവരൊക്കെ 4 ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഇരിക്കുക ഇവിടെ. ഇവിടെ ഇത്തിരി ഹീറ്ററൊക്കെ ഉണ്ട്. മുകളിൽ ഒരുപാട് കൊടികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇതാ ചൂടുവെള്ളം അടുക്കളയിൽ. നാം ദിബീസ്. ഇവിടുത്തെ താക്കോൻ്റെ വലിപ്പം കണ്ട. ഇപ്പോൾ റൂമിൽ പോയിട്ട് വാങ്ങി നോക്കാം. റൂം കേട്ടോ. ഇപ്പോൾ റൂം താഴോട്ട്. ഓക്കെ. അപ്പോൾ റൂമിലെത്തി. ബാക്കി പിന്നെ